ഹായ്, ഞാൻ ഡെൽസി ജോസഫ്. ഒരു CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. മാത്രവുമല്ല സ്വന്തമായിട്ട് 2-3 സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളുടെ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ആൻഡ് വുമൺ എംപവർമെൻ്റ് ആണ്. ഒരു 5 വർഷത്തിനുള്ളിൽ 100 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ആയതിലേക്ക് ഈ സ്ഥാപനങ്ങളിൽ നമ്മൾ നല്ല ആക്ച്വലി ആഫ്റ്റർ +2 ഒക്കെ നല്ല കാൻഡിഡേറ്റ്സിനെ നോക്കിയിട്ട് അവരെ ട്രെയിൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് എംപവർ ചെയ്തിട്ട് അവർക്ക് നമ്മൾക്ക് ജോലി കൊടുക്കാറുണ്ട്. മാത്രവുമല്ല മോണ്ടിസോറി ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ കൂടി നമ്മൾ ജോലി കൊടുക്കാറുണ്ട്. സെക്കൻഡ്, കുട്ടികളുടെ ഒരു എംപവർമെന്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ, അതിലേക്ക് നമ്മൾ ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് ഒക്കെ കുറേ ബുദ്ധിമുട്ടാണല്ലോ കുട്ടികൾക്ക്, മൊബൈൽ അഡിക്ഷനൊക്കെ. സോ ആർട്ട് മ്യൂസിക്കിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിന് നമ്മൾ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാഷൻ, എൻ്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ സൊസൈറ്റിയിൽ വുമൺ എംപവർമെന്റ്, സ്ത്രീകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരിക, കുട്ടികളെ മറ്റുള്ള സ്വഭാവങ്ങളിൽ നിന്ന് അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് തിരിച്ചുവിടുക. അതിനുള്ള ഒരു പാഷൻ ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എനിക്കുണ്ട്. അപ്പോൾ അത് ചെയ്തു വരുന്നു. ഇനി അനേകം ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ആക്ച്വലി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടാവും. നമുക്കെപ്പോഴും നല്ലൊരു ക്യാപിറ്റലോ ഒന്നും ഉണ്ടാവില്ല ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട്. ബട്ട് നമുക്കൊരു ഡിറ്റർമിൻഡ് ഹാർട്ട്, ഒരു മനസ്സുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വിതിൻ 5 years ഐ ഹാവ് ടു ബി ലൈക്ക് ദിസ്, ഇല്ലെങ്കിൽ 7 years ഞാൻ ഇങ്ങനെ ആവണം, 10 years ഇങ്ങനെ ആവണം എന്നുള്ളൊരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ട്രഗിൾസിനും ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആയതുകൊണ്ട് തന്നെ എല്ലാ യങ്സ്റ്റേഴ്സും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പാഷൻ ഉള്ള ആഗ്രഹമുള്ളവർക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാകില്ല. അത് നമ്മളുടെ ലേസിനെസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മടിയായിരിക്കാം, ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് എല്ലാം തിങ്സ് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളുടെ വരവനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യണം. അല്ലാതെ ഒത്തിരി ആഡംബരം കാണിക്കാനോ ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ പോകുമ്പോൾ നമുക്കത് കൈ നിൽക്കാതെ വരും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എപ്പോഴും നമ്മൾ ഓർക്കുക. എല്ലാത്തിൻ്റെയും ആക്ച്വലി നമുക്കൊരു ഡിറ്റർമിൻഡ് ഹാർട്ട്, ഒരു മനസ്സുണ്ട്, ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇല്ലെങ്കിൽ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു. താങ്ക് യു. അപ്പോൾ എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളൊക്കെ സൊസൈറ്റിയിൽ നല്ലതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.